നമസ്കാരം. ബിഗ് ക്വസ്റ്റ്യനിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ സംവാദ പരിപാടിയാണ് ബിഗ് ക്വസ്റ്റ്യൻ. ഇന്ന് ബിഗ് ക്വസ്റ്റ്യനിൽ പങ്കെടുക്കുന്നത് CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ ശ്രീ MA ബേബിയാണ്, മുൻ വിദ്യാഭ്യാസ മന്ത്രി. ശ്രീ ബേബി ഇപ്പോൾ ദില്ലി ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. രാജ്യം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മളോട് പങ്കുവയ്ക്കാനുണ്ടാവും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർ മാധ്യമപ്രവർത്തകനായ ശ്രീ റോയ് മാത്യു, സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ അഷ്റഫ് കടക്കൽ, ദ ഹിന്ദു അസിസ്റ്റന്റ് എഡിറ്റർ ശ്രീ NJ നായർ, മാധ്യമപ്രവർത്തകയും സിനിമ സംവിധായികയുമായ ശ്രീമതി വിധു വിൻസെന്റ്, പരിസ്ഥിതി പ്രവർത്തകൻ R അജയൻ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി ധന്യാരാമൻ. ആദ്യം ശ്രീ റോയ് മാത്യു, താങ്കൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ ശ്രീ MA ബേബിയോട് ചോദിക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ ചോദ്യം, ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് റോൾ വഹിക്കാനുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം എന്ത് വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളടുത്ത് വോട്ട് തേടാനായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഇറങ്ങുന്നത്? ഇടതുപക്ഷത്തിൻ്റെ ഭാവി എന്താണ്, ഇടതുപക്ഷത്തിൻ്റെ ഭാവി മങ്ങുകയാണ് എന്നൊക്കെ പറയുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം, ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യയുടെ ഭാവി എന്തായിത്തീരും എന്ന് ആലോചിക്കേണ്ടതില്ലേ എന്നുള്ളതാണ്. ഒന്നാം UPA ഗവൺമെൻറ്റിനെ, മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ പുറത്തുനിന്ന് പിന്താങ്ങുകയാണ് ചെയ്തത് ഇടതുപക്ഷം, വർഗീയതയുടെ ഭീഷണി ഒഴിവാക്കാൻ വേണ്ടി. അന്ന് 60-ലധികം പ്രതിനിധികളുണ്ടായിരുന്നു, CPMൻ്റെയും CPIയുടെയും മറ്റെല്ലാവരും കൂടെ ചേർന്നിട്ട്. അന്ന് ഒന്നാം UPA ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിന് CPMൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ ആ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ എടുത്തുകൊണ്ട് പങ്കാളിത്തം വഹിക്കണം എന്ന അഭിപ്രായം വന്നു. 16 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങളാണ് ഇടതുപക്ഷത്തിന് അന്ന് ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് അംഗബലത്തിൽ കൂടുതലുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഓഫർ ചെയ്തത്. CPM ഇടതുപക്ഷവും ആലോചിച്ചിട്ടൊരു നിലപാടെടുത്തു, ഇല്ല, ഞങ്ങൾ ഭരണത്തിൽ പങ്കാളികളാകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കൂടിയാലോചിക്കാം. ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പാവങ്ങളിൽ പാവങ്ങളായവർക്ക് ചെറിയ ഒരു അത്താണിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ഒന്നാം UPA ഗവൺമെൻറ് നടപ്പാക്കാൻ നിർബന്ധിക്കപ്പെട്ടതാണ്. ലെഫ്റ്റിന് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു പങ്കുണ്ട്. പക്ഷെ ഞങ്ങൾ കുറ്റസമ്മതം നടത്തുന്നു, ഈ പങ്ക് വേണ്ട പോലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ ഇലക്ഷനകത്ത് CPMന് 3.2%, 9 സീറ്റും, CPIക്ക് 0.8%, 1 സീറ്റും. അപ്പം ഇതാണ് ബേസിക്കലി. ഇങ്ങനെ ഇത്രമാത്രം ചുരുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടികൾക്ക് ഇന്ത്യൻ പോളിറ്റിയിൽ എന്ത് റോളാണ് വഹിക്കാൻ പറ്റുന്നത്? സാമാന്യ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം അത്. നിങ്ങൾക്ക് എന്ത് റോള് വഹിക്കാം? 543 സീറ്റുള്ളിടത്ത് കോറം തയ്ക്കാൻ പോലും പറ്റാത്ത ഈ രണ്ട് പാർട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വളരെ പ്രധാനമാണെങ്കിൽ ജനങ്ങളുടെ രാഷ്ട്രീയ പൊതുജീവിതത്തിലെ ഇടപെടലും തുല്യ പ്രാധാന്യമുള്ളതാണ്. മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക്. നാസിക്കിൽ നിന്ന് ബോംബെയിലേക്ക് നടന്നൊരു കർഷകരുടെ മാർച്ചുണ്ട്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങളിൽ BJP തോറ്റു. അവിടെ തോൽവിയിൽ ഈ 3 സംസ്ഥാനങ്ങളിലെയും കർഷകർ നടത്തിയ പോരാട്ടം അത് വലിയ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ആ കർഷകരുടെ പോരാട്ടത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ പങ്ക് വഹിച്ചത് ഇടതുപക്ഷ കർഷക സംഘടനകളും ഇടതുപക്ഷ ഇതര കർഷക സംഘടനകളുമുണ്ട്. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ പോലും ഒരു ദേശീയ സഖ്യത്തിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു BJP വിരുദ്ധ ശക്തികളെ ഏകോപിപ്പിക്കാനോ CPM പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന വിമർശനത്തോട് എന്തു പറയുന്നതാണ്? അത് കഴമ്പില്ലാത്തൊരു വിമർശനമാണ് ഒറ്റ നോട്ടത്തിൽ. ബംഗാൾ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിപത്തായി കാണുന്നത് കോൺഗ്രസിൽ നിന്ന് അടർന്നു മാറി ഇടയ്ക്ക് BJPയുമായി ചേർന്ന് പിന്നെ തനിച്ചൊക്കെ നിന്ന ഒരു അവസരവാദ രാഷ്ട്രീയം പിന്തുടരുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സാണ്. കോൺഗ്രസുമാണത്, BJPയുമാണ്. BJPയെ ബംഗാളിൽ കടന്നു വരാൻ അവസരം കൊടുത്ത് കോൺഗ്രസിൽ നടന്നുപോയ ഈ മമതാ ബാനർജിയാണ്. പലയിടത്തും കോൺഗ്രസ്സാണ് BJPയെ വളർത്തുന്നതെന്ന് ദുഃഖകരമായ യാഥാർത്ഥ്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അർത്ഥഫാസിസ്റ്റ് ഭീകരതയാണ് മമതയുടെ നേതൃത്വത്തിൽ. BJPയും ഭീഷണി ഉയർത്തുന്നു. വലിയ വർഗീയ പോളറൈസേഷൻ അവിടെ മമതയും BJPയും മത്സരിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ആർക്കും കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടെ CPM ഒരു സ്റ്റാൻഡ് എടുത്തു. രാഷ്ട്രീയ ആക്രമണത്തിൻ്റെ കുന്തമനെ തിരിച്ചു വെക്കേണ്ടത് BJPയെ ഇന്ത്യയിൽ ഭരണത്തിൽ നിന്ന് മാറ്റണം, മമതാ ബാനർജിക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് മുന്നേറ്റം ഉണ്ടാക്കണം.
അതിന് നീക്കുപോക്കോ ധാരണയോ അല്ലാതെ ചില സഹകരണത്തിനുള്ള സാധ്യത, പരസ്പരം മത്സരിക്കാത്ത പോലുള്ള സാധ്യത അന്വേഷിക്കണമെന്ന അഭിപ്രായം മാധ്യമങ്ങളും പൊതുസമൂഹവും മുന്നോട്ട് വെച്ചപ്പോൾ CPM പറഞ്ഞു കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഭാഗത്ത് 4-2 സീറ്റ് മാത്രമാണുള്ളത്. ഈ സീറ്റുകളിൽ വേണമെങ്കിൽ പരസ്പരം മത്സരിക്കാതിരിക്കാം എന്നൊരു കാര്യം നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. കോൺഗ്രസ് തയ്യാറായിട്ടില്ല. രാജ്യത്ത് അട്രോസിറ്റീസ് നിയമത്തിന് വെള്ളം ചേർക്കാനായി ശ്രമിച്ചപ്പോൾ ദളിതർ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രക്ഷോഭം നടത്തുകയും ആ പ്രക്ഷോഭത്തിൽ ഞങ്ങളുടെ 10 സഹോദരങ്ങളെയാണ് പട്ടാപ്പകൽ വെടിവെച്ചിട്ട് കൊന്നതും. ഞങ്ങൾ അതിൻ്റെ പേരിലാണ് ആദ്യമായിട്ട് കേരളത്തിലൊരു ഹർത്താൽ നടത്തി ഞങ്ങളതിനെ വിജയിപ്പിച്ചത്. ആ ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഫാസിസത്തിനെതിരെ നിൽക്കുന്നു, ഹിന്ദുത്വ RSS ഭീകരയ്ക്കെതിരെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് അന്ന് ദളിതരെ ഇവിടെ നടത്തിയ ഹർത്താലിൽ പിന്തുണയ്ക്കാൻ സാധിച്ചില്ല? ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് നടന്ന സമരത്തിന് എതിരല്ലാത്ത ഒരു സമീപനമാണ് ദളിതരുടെയും മറ്റും ചേർന്നിട്ടുള്ള പട്ടികജാതി ക്ഷേമ സമിതിയും മറ്റും അടങ്ങുന്ന മുൻ സ്പീക്കർ K. രാധാകൃഷ്ണനും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾ സംസാരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ്. ആ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാനും താഴെ തലങ്ങളിൽ സഹകരിക്കാനും തയ്യാറാവണം എന്നൊരു സമീപനം എടുത്തതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. ജാതിയില്ല എന്ന് പറയുമ്പോഴും ആ ജാതിക്ക് ഇവിടെ ജാതി തന്നെയാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് ബദലായിട്ട് ഇടതുപക്ഷത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ചോദ്യം. ജാതിരഹിതമായ വിവാഹം ഉൾപ്പെടെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ എവിടെല്ലാം ജാതി ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഇടപെടാൻ പറ്റുമോ അവിടെയെല്ലാം ഇടപെടണം. കൂടുതൽ താല്പര്യത്തോടുകൂടി ഇടതുപക്ഷം ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കണം എന്ന സഹോദരിയുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വനിതാ മതിലിൽ നമ്മൾ സ്ത്രീകളുടെ ഒരു മുന്നേറ്റവും അതിൻ്റെ ഒരു ഒരുമിക്കലും സംഘാടനവും ഒക്കെ വളരെ ശക്തമായി കണ്ടു. പക്ഷേ ഈ പറഞ്ഞ മാതിരി എല്ലാ പ്രാവശ്യവും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ സ്ത്രീകളുടെ ഒരു മുന്നേറ്റവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീ സ്ഥാനാർത്ഥിത്വത്തെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ വളരെ ഗുരുതരമായൊരു വീഴ്ചയോ CPM-ൻ്റെയോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെയും CPM-ൻ്റെ മാത്രമല്ല അവരുടെ നേതൃത്വത്തിൽ നിന്ന് കാണാറുണ്ട്. താങ്കൾ മുമ്പേ പറഞ്ഞ അർദ്ധ ഫാസിസ്റ്റ് പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് ആണ് 13 സ്ത്രീകളെ അവിടെ മത്സരിപ്പിക്കുന്നത്. 41% കൊടുത്തിരിക്കുകയാണ്. ഒഡീഷയിലെ ബിജു പട്നായിക് പറഞ്ഞു കാര്യമായ സ്ത്രീകളെ അവർ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം വളരെ ഗൗരവത്തോടുകൂടിയും സ്വയം വിമർശന സന്നദ്ധതയോടും കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം നമ്മളിലെല്ലാം ഈ പുരുഷാധിപത്യ പ്രവണതകൾ നിലനിൽക്കുകയാണ്, നമ്മുടെ ഉള്ളിലുണ്ടത്. തുല്യതയുടേതായൊരു സമൂഹം സൃഷ്ടിക്കണം എന്ന് വാദിക്കുന്നവർ പോലും അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത് പകർത്തുന്നതിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കും. എന്നാൽ ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അത്തരം പോരാട്ടങ്ങളിൽ പങ്കാളിത്തം വഹിക്കാനും നേതൃത്വം കൊടുക്കാനും ബാധ്യപ്പെട്ട ഇടതുപക്ഷം അതിൻ്റെ പങ്ക് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകം ചോദിക്കേണ്ടത്. അതിൻ്റെ ഉത്തരം ഇല്ല, ഉണ്ട് എന്നാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൽ സ്ത്രീക്ക് ഒരു ടോക്കൺ റെപ്രസെൻറ്റേഷനാണ് എന്നും ഉണ്ടായിരുന്നത്. ഇന്ന് 2 സ്ത്രീകൾ മന്ത്രിമാരായിരിക്കുന്നു. പക്ഷെ അത് മതിയോ? പോരാ. ഒരു സംശയം. വിജയത്തിൻ്റെ ഒരു സാധ്യതയാണോ പാർട്ടി മുന്നിൽ കാണുന്നത് ഇത്തരം ഘട്ടങ്ങൾ? അല്ല, അതിൽ മത്സരിച്ച് ജയിക്കുന്ന എത്രയോ പേര് ഇപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് അഹല്യ രംഗനേക്കറും ഗോദാവരി പരലേക്കറും CPM-ൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് ജയിച്ച് ലോക്സഭയിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 77-ആണെന്ന് തോന്നുന്നു. ഗൗരിയമ്മ ദീർഘകാലം. അപ്പം സ്ത്രീകൾ അവസരം കിട്ടിയാൽ അവരുടെ കഴിവുകൾ തെളിയിക്കും. ഇതിനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം, ഒന്നാമത് പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ സ്വാധീനം എല്ലാ പാർട്ടികളെയും ബാധിച്ചിരിക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് ഒരു പരിധിവരെയെങ്കിലും ഇടതുപക്ഷമാണ് എന്നുള്ളതും നമ്മൾ കാണാം. അതേസമയം ചാലക്കുടി പോലത്തെ ഒരു സ്ഥലത്ത് ഒന്ന് ഇന്നസെന്റിനെ പോലൊരു സ്ഥാനാർത്ഥി എത്ര സ്ത്രീവിരുദ്ധമായാണ് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ഉടനീളം പല അഭിമുഖങ്ങളിലും യോഗങ്ങളിലും ഒക്കെ സംസാരിക്കുന്നതെന്ന്. എന്ന് മാത്രമല്ല, ഇപ്പോൾ WCC പോലെയൊക്കെയുള്ളൊരു സംഘടന വളരെ കൃത്യമായി അദ്ദേഹത്തെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ബ്ലോക്ക് ചെയ്തും നിർത്തിയിട്ടുള്ളത് കൂടിയാണ്. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കണ്ടതാണ്. ഇത്രയും സ്ത്രീവിരുദ്ധമായി സംസാരിക്കാൻ മടിയില്ലാത്ത ഒരാളെ എങ്ങനെയാണ് CPM പോലെ ഒരു സംഘടനയ്ക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള ചങ്കൂറ്റമുണ്ടായത്? ഒന്ന്, CPI-യും LDF-ഉം നിർത്തിയിട്ടുള്ള ഓരോ സ്ഥാനാർത്ഥിയും ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ സ്ഥാനാർത്ഥികൾ അവരുടെ ജീവിതത്തിലും അവർ ജനങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിലുമൊക്കെ പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും പോരായ്മകളോ പെശുകളോ ഉണ്ടായിട്ടുണ്ടോ? അതെല്ലാം ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരുടെയും കാര്യത്തിൽ
ഓരോരുത്തരും തെറ്റ് ചെയ്യാത്തവരില്ല എന്ന് പറയുന്ന പോലെ ഓരോരുത്തരുടെയും ഭാഗത്ത് അങ്ങനെ പോരായ്മകൾ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മത്സരത്തിൻ്റെ രംഗത്ത് അവരെന്തെങ്കിലും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതല്ല കേന്ദ്ര വിഷയം. ആ പോരായ്മകൾ പറഞ്ഞവരെന്നുള്ള നിലയിലല്ല ആരെങ്കിലും സ്ഥാനാർത്ഥികളാക്കുന്നത്, മറിച്ച് സമൂഹത്തിൽ അവർ മൊത്തത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ. MP എന്നുള്ള തരത്തിൽ ഇന്നസെൻ്റ് കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ അവിടെ വളരെ വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ വലിയ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് MP എന്നുള്ള തരത്തിൽ, വികസന പ്രവർത്തനങ്ങളുടെ അടക്കം. അതെല്ലാം ആ മണ്ഡലം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സന്ദർഭത്തിൽ പോരായ്മകൾ പറ്റിയിട്ടുണ്ടല്ലോ, ഞാൻ തന്നെ ചിലത് സംബന്ധിച്ചിട്ടുണ്ടല്ലോ. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സംസാരിച്ച ചില വാചകങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല അത് പറയേണ്ടിയിരുന്നത് എന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള സംഭാഷണത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. സ്ത്രീവിരുദ്ധ അല്ല, ഞാൻ അതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്ത്രീവിരുദ്ധത എന്നുള്ളത് സംഭാഷണത്തിലെ ഒരു പോരായ്മയായി കണക്കാക്കി ക്ഷമിക്കാൻ പാകത്തിന് നിങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു പൊതു സമ്മതമുണ്ടല്ലോ. സ്ത്രീവിരുദ്ധത വേണമെങ്കിൽ ക്ഷമിക്കാം എന്നാണല്ലോ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ മൊത്തത്തിൽ ഒരുപക്ഷെ വലതുപക്ഷവൽക്കരണം നടക്കുന്നതിൻ്റെയും അവരുടെ ഒരു മുഖമുദ്രയായി പൊതുസമൂഹം അംഗീകരിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള ഒരു ആൻറ്റി വിമൺ ആറ്റിറ്റ്യൂഡ്. അതിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അതിനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. CPM-ഉം ഇടതുപക്ഷവും ഇന്ത്യയിൽ ഏറ്റവും അടിയുറച്ച സ്ത്രീപക്ഷ നിലപാടുകൾ എടുക്കുന്നവരാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിനുള്ളിൽ സൂക്ഷ്മമായി ആ സമീപനം മുഴുവൻ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് തന്നെ എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യാത്ത ചില ബലഹീനത, ഇക്കാര്യത്തിൽ കൃത്യമായ സൂക്ഷ്മമായ ധാരണയില്ലായ്മ എനിക്കും മറ്റുള്ളവർക്കും ഉണ്ടാകും. ചിലപ്പം പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാതെ ചില വാചകം എന്നിൽ നിന്നുണ്ടായെന്ന് വരും. ഇപ്പം നമ്മൾ വേഗത്തിൽ സംസാരിക്കുമ്പോൾ അതൊരു മുടന്തൻ ന്യായമാണ് എന്ന് പറയും. ഇന്നത് പറയാൻ പാടില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം, തൊഴിലില്ലായ്മ, പശുക്കടത്തലിൻ്റെ പേരുള്ള പ്രശ്നം, ദളിതരെയും പിന്നോക്കക്കാരെയും ആക്രമിക്കുന്നു, ഇതെല്ലാം വളരെ സജീവമായി നിൽക്കുമ്പോഴും വളരെ കോൺഷ്യസ് ആയിട്ട് ശബരിമലയും അയോധ്യയും ഉയർത്തിക്കാട്ടി സംഘപരിവാർ ഒരു പുതിയ ക്യാമ്പയിൻ ഇഷ്യൂ റേസ് ചെയ്തുകൊണ്ട് വരികയാണ്. ഇത് ഇടതുപക്ഷം എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തവണ ഏറ്റവും ശക്തമായി ഉയർത്തിയിരിക്കുന്നത് ശബരിമല വിഷയമാണ്. ഇത് നേടുന്നത് എങ്ങനെയാണ്? കാരണം ഈ തൊഴിലില്ലായ്മയുടെ സ്ഥിതിവിവര കണക്കുകൾ ഫഡ്ജ് ചെയ്തതടക്കമുള്ള 40 വർഷത്തിലധികമുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഫേസ് ചെയ്യുന്ന ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ പേരിൽ കയ്യേറ്റം ഉണ്ടായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളാണോ ചർച്ച ചെയ്യപ്പെടേണ്ടത്? ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇടതുപക്ഷം ഇതിനെതിരെ ഉയർത്തുന്ന ബദൽ എന്താണ്? എങ്ങനെയാണ് ഇത് നേരിടുന്നത്? ഈ മഹത്തായ രാജ്യത്ത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ച ചെയ്യുന്നതിന് പകരം എക്സ്ട്രേനിയസ് ആയിട്ടുള്ള ബാഹ്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഉദാഹരണത്തിന് പെട്രോൾ ഡീസൽ വില അത് ഗവൺമെൻറ്റിൻ്റെ കൂടി നിയന്ത്രണത്തിൽ തീരുമാനിച്ചു പോന്നിരുന്നതിന് പകരം കച്ചവട ശക്തികൾക്ക് തീരുമാനിക്കാൻ വിട്ടുകൊടുത്തത് ആദ്യം ആ നടപടിക്രമം തുടങ്ങിയത് മൻമോഹൻ സിംഗാണ്, കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. ഇതിൻ്റെ ഫലം എന്താ? കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. 65-70% സാധനങ്ങൾ, ഉള്ളി, മുളക്, അരി, പച്ചക്കറികൾ, പൂവ്, ഇതൊക്കെ കേരളത്തിന് പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ 1 രൂപ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവരാനുള്ള ചെലവ് വർദ്ധിക്കുന്നു. 1 രൂപ നമ്മൾ വാങ്ങുന്ന ഉപഭോക്തൃ സാധനങ്ങളുടെ പുറത്ത് വർദ്ധിക്കുന്നു. ഇതാണ് കേന്ദ്ര വിഷയം. ഇതിൽ കോൺഗ്രസും BJPയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നയത്തിൻ്റെ കാര്യത്തിൽ പെട്രോൾ ഡീസൽ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇവിടുന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള വിഷയങ്ങൾ, താങ്കൾ പറഞ്ഞ തൊഴിലില്ലായ്മയുടെ പ്രശ്നം, ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനും ഇതാണ് നമ്മൾ മുഖ്യമായിട്ട് ചർച്ച ചെയ്യേണ്ടതെന്ന് പറയാനും ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. ഒറ്റ ക്ലാരിഫിക്കേഷൻ, ഇടതുപക്ഷവും CPI-യും വിശ്വാസികൾക്കെതിരാണോ? വിശ്വാസികൾക്കെതിരെ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണോ? ആ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. ഞാൻ പറഞ്ഞു വരുമ്പോൾ പറയണമെന്ന് ആഗ്രഹിച്ചതും പറയാൻ മറന്നുപോയതുമായ കാര്യമാണ്. ഒരു സംസ്കാരസമ്പന്നമായ സമൂഹത്തിന് അംഗീകരിക്കാവുന്ന എന്ത് വിശ്വാസവും ഓരോ വ്യക്തിക്കും പിന്തുടരാനുള്ള അവകാശമുണ്ട്. പള്ളിയിൽ പോവുകയോ ക്ഷേത്രത്തിൽ പോവുകയോ മസ്ജിദിൽ പോവുകയോ ചെയ്യുക എന്നുള്ളത് CPM-ൻ്റെ അംഗത്വം ലഭിക്കുന്നതിന് പോലും തടസ്സമല്ല. ഇത് വളരെ ഇപ്പോൾ കൊല്ലത്ത് എൻ്റെ സഹപ്രവർത്തകനായിരുന്ന കൊണ്ട്രയിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ജോസുകുട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ആളാണ്, പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറുമാണ്. ഇത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. നിരീശ്വരവാദികളാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രീകരണമാണ്. സത്യമെന്താണ് നാട്ടുകാർക്കറിയാം, കാര്യം അവർ കാണുന്നുണ്ട്. ഇതല്ല ഈ ദേശീയ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ചർച്ചകൾ രൂപപ്പെടുന്നത് പാർലമെൻറ്റിൻ്റെ അകത്ത് കിടക്കുന്ന ഡിബേറ്റുകളിൽ നിന്നാണ്.
അതിലിപ്പോൾ സീതാറാം യെച്ചൂരിയെ പോലെയൊക്കെയുള്ള ഒരു നേതാവ് വളരെ സമർത്ഥമായി അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നപ്പോഴും ഒക്കെ വളരെ സമർത്ഥമായി ചർച്ചകളിൽ ഇടപെട്ടിരുന്നു. നേരത്തെയും ഇപ്പോൾ സോമനാഥ് ചാറ്റർജി അല്ലെങ്കിൽ ഇന്ദ്രജിത് ഗുപ്ത അതുപോലുള്ള വലിയ വലിയ നേതാക്കന്മാർ അവരൊക്കെ പാർലമെൻറ്റിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പലപ്പോഴും ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചർച്ചകളുടെ ചുക്കാൻ തന്നെ പിടിച്ചിരുന്നത് അവരൊക്കെ തന്നെയായിരുന്നു. അത്ര ആ ലെവലിലേക്ക് അല്ലെങ്കിൽ ആ നിലവാരത്തിലേക്ക് ചർച്ചകളെ നയിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു സീതാറാം യെച്ചൂരി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോലും ആ ടെന്നൂർ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അടക്കം പിന്തുണ പ്രഖ്യാപിച്ചിട്ട് പോലും അദ്ദേഹത്തെ രാജ്യസഭയിൽ ഒരു തവണ കൂടി തുടരാൻ അനുവദിക്കാതിരുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായി ഒരു ശരിയായ തീരുമാനമല്ല എന്ന് പല ലെഫ്റ്റ് ഇൻ്റലക്ച്വൽസ് തന്നെ അവരെഴുതിയ പല ലേഖനങ്ങളിലും പരാമർശിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇതൊക്കെ ഒരു പാർട്ടിയുടെ നയപരമായ പിഴവ് അല്ലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പിഴവുകളായിട്ട് വിലയിരുത്തപ്പെടുന്നു. അത് താങ്കൾ എങ്ങനെ കാണുന്നു എന്നറിയാം. ഇതിനകത്ത് മറ്റു പാർട്ടികൾ പലതും പെരുമാറുന്ന പോലെ പരിഹസിക്കപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്യാവുന്നതാണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിൻ്റേതായ ചില പ്രവർത്തന ശൈലിയുണ്ട്. സീതാറാം യെച്ചൂരിയുടെ കാര്യത്തിൽ സീതാറാം യെച്ചൂരിക്ക് ഈ പ്രാപ്തിയെല്ലാം ഉണ്ടെന്നുള്ളത് നിങ്ങളെല്ലാം അംഗീകരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി പാർട്ടി പ്രവർത്തനത്തിലാണ് മുഖ്യമായും കേന്ദ്രീകരിക്കേണ്ടത്. പാർലമെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേയധികം സമയം അവിടെ ചെലവിടേണ്ടി വരും. ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടാതെ പോകും. ഈ പരിഗണനയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും നിങ്ങളുടെ എല്ലാ അഭിപ്രായം കേട്ടു. ഇതിന് സമാനമായ എന്തെങ്കിലും സാഹചര്യം ഭാവിയിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രകടിപ്പിച്ചതുപോലുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രബലമാണ് എന്ന കാര്യം കൂടി അവിടെ പറയാം. വീണ്ടും സഭയിലെത്തും തന്നെ പ്രതീക്ഷ. ശ്രീരാജേ, വലിയൊരു ദശാസന്ധിയിലാണ് ഇന്ത്യ രാജ്യം കടന്നു പോകുന്നത്. സാക്ഷി മഹാരാജാവിനെ പോലൊരാൾ MP അദ്ദേഹം പറയുകയാണ് ഇതൊരു അവസാന തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാക്കാനുള്ള ഒന്നും അവസാനം പറഞ്ഞെടുത്ത് നോക്കുമ്പോൾ കാണുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഇടതുപക്ഷ പാർട്ടികൾക്കെങ്കിലും പരസ്പരം മത്സരിക്കാതിരിക്കാനും ഒരു നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് പോലെ ഇതിന് ഒരു പ്രീ കണ്ടീഷൻ എന്ന നിലയിൽ ഒരു ഏകീകരണത്തിനുള്ള ശ്രമം മറ്റ് ജനാധിപത്യ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ടുണ്ടാക്കുന്നതിനുള്ള ഒരു മുന്നുപാധി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെങ്കിലും ഒരുമിച്ച് യോജിച്ചു എന്നുള്ളൊരു ഫൈറ്റ് പുട്ടപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വലിയൊരു പ്രതീക്ഷ ഉണരുന്നില്ല എന്ന് എൻ്റെ സുഹൃത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ എനിക്ക് നിരാശയില്ല. ഞാൻ കാണുന്നിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി മോഡിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രഭരണം അവസാനിക്കുമെന്ന് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തുകൊണ്ട് ലയിക്കുന്നില്ല? നേപ്പാളിൽ ലയനമാണ് ഉണ്ടായത്. നേപ്പാളിനെ മാതൃകയാക്കുകയാണെങ്കിൽ ലയിക്കുകയാണ് വേണ്ടത്. രണ്ട് പാർട്ടികളും സഹകരിക്കുന്ന വിഷയമാണെങ്കിൽ സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരസ്പരം ഒന്നുകിൽ ഞങ്ങൾ അജയ് ഭവനിലേക്ക് പോകും, ഞാനും ചില സന്ദർഭങ്ങളിൽ പോയിട്ടുണ്ട് അത്തരം ചർച്ചയ്ക്ക്, അല്ലെങ്കിൽ സുധാകർ റെഡ്ഡിയും മറ്റ് നേതാക്കന്മാരും CPM AKG ഭവനിൽ വരും. അങ്ങനെ ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടാണ് സാധ്യമായ എല്ലാ കാര്യങ്ങളിലും യോജിച്ച് സമീപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത്തരത്തിൽ സഹകരിച്ച് തന്നെയാണ് രണ്ട് പാർട്ടികളും മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറം ലയനമെന്നോ കൂടിച്ചേരലെന്നോ പോലുള്ള എന്തെങ്കിലും ഉണ്ടാകണമെന്നാണ് എൻ്റെ സുഹൃത്ത് പറയുന്നതെങ്കിൽ അതിനുള്ള തടസ്സവും എൻ്റെ സുഹൃത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് തന്നെ വന്നു. എന്താ അത്? ചില സ്ഥലങ്ങളിൽ CPM-ഉം CPI-യും പരസ്പരം മത്സരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ പരസ്പരം മത്സരിക്കാതെ സഹകരിക്കാൻ തൽക്കാലം കഴിയാതിരിക്കുന്ന രണ്ട് പാർട്ടികൾ എങ്ങനെയാണ് യോജിച്ചൊന്നാവുകയോ ഒക്കെ ചെയ്യുക? അപ്പോൾ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ബാക്കി കിടക്കുന്നു. അത് പരിഹരിക്കുമ്പോൾ എന്ത് വേണമെന്നുള്ളത് ഏതെങ്കിലും സമയത്ത് നമുക്ക് ആലോചിക്കാൻ കഴിയും. ഇപ്പോൾ രണ്ട് പാർട്ടികളും വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന നല്ല ഒരു സാഹചര്യമാണുള്ളത്. ഭൂമി, വിഭവം, രാഷ്ട്രീയ അധികാരം, ഇതാണ് ഒരു സമൂഹത്തിന് മുൻപോട്ടേക്ക് ശക്തമായി പോകണമെങ്കിൽ വേണ്ട കാര്യങ്ങൾ. ഇത് മൂന്നും ഇതുവരെ കിട്ടാത്ത ആളുകളാണ് ഇവിടുത്തെ ദളിതർ. കാരണം നിങ്ങൾ പാർട്ടി മെമ്പർമാരെ മാത്രം മത്സരിപ്പിക്കുമ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ ചേഞ്ച് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അവിടെ സോഷ്യൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. അപ്പോൾ സോഷ്യൽ ചേഞ്ച് ഉണ്ടാവാനായിട്ട് ഇവിടുത്തെ പട്ടികജാതി സംഘടനകളോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരും ചെയ്യുന്നതിൻ്റെ 100-1 പോലും ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല, കഴിയില്ല, ആ ഒരു നേക്ക് അതിനില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മറ്റുള്ളവരെ ഇടതുപക്ഷ അനുകൂലമായി നിൽക്കുന്നവരെ കൂടി നിങ്ങൾ ഈ സീറ്റുകളിലേക്ക് എന്തുകൊണ്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം. EMS സംസാരിക്കുമ്പോൾ EMS-ൻ്റെ പ്രസംഗം കേട്ടുള്ളവർ ഓർക്കുന്നുണ്ടാവും. ഈ നിലപാടുകൾ ഈ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ CPM-ഓ ഞങ്ങളുടെ കൂടെയുള്ള പാർട്ടികളോ മാത്രമല്ല, ഈ സമൂഹത്തിൽ മറ്റൊരുപാട് അദ്ദേഹം പറയാറുള്ള വ്യക്തികൾ, ഗ്രൂപ്പുകൾ ഒക്കെ സഹകരിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഈ രാഷ്ട്രീയ നിലപാട് വിജയിപ്പിക്കാൻ വേണ്ടി സാധ്യമാവുക. ഈ ഒരു കാഴ്ചപ്പാട്, അതിന് നൽകേണ്ട ഊന്നൽ എവിടെയെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സ്വയംവിമർശനപരമായി ഞങ്ങൾ പരിശോധിക്കുന്നതാണ്.
CPM കുറച്ചുകൂടി ഈ ജനാധിപത്യ മര്യാദ പല കാര്യങ്ങളിലും പുലർത്തേണ്ടതില്ലേ? കാരണം വിമത ശബ്ദങ്ങളോട് കുറച്ചുകൂടി സഹിഷ്ണുത പുലർത്തുക, വയലൻസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കുറച്ചുകൂടി ജനാധിപത്യപരമായ പ്രവർത്തന ശൈലിയിലേക്ക് പാർട്ടി നീങ്ങണം. പാർട്ടി അണികളിലെ ആ അർത്ഥത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഞാനിത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ മലബാറിലെ മണ്ഡലത്തിൽ പ്രചരണത്തിന് നിന്നപ്പോൾ ഒരു കോളേജിൽ SFI പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ തന്നെ, ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ക്യാമ്പസുകളിൽ പോയി വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SFIക്ക് ആധിപത്യമുള്ള ഒരു ക്യാമ്പസിൽ മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു സമുന്നതനായ നേതാവ് പ്രചരണത്തിന് ചെന്നപ്പോൾ അതുപോലും ഫിസിക്കലി അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലേക്ക് പ്രവർത്തകർ മാറിക്കഴിയുമ്പോൾ ഈ അണികളെ ഇത്തരത്തിലുള്ളൊരു ജനാധിപത്യ സംസ്കാരം പഠിപ്പിക്കുന്നതിന് പാർട്ടിക്ക് കഴിയുന്നില്ല എന്ന് ഒരു തോന്നലുണ്ട്. അതിനോട് അങ്ങയുടെ പ്രതികരണം എന്നറിഞ്ഞാൽ. ഇന്ത്യയിൽ വധശിക്ഷ നിർത്തലാക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ പലതവണ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ് CPIM. പക്ഷേ അക്രമ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പലപ്പോഴും CPMനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇവിടെ ഒരു കാര്യം ഞാൻ തുറന്ന് സ്വയംവിമർശനപരമായിട്ട് സമ്മതിക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അക്രമ രാഷ്ട്രീയത്തിലുള്ള പങ്കിനെക്കുറിച്ച് സ്വയംവിമർശനം നടത്തേണ്ടതുണ്ട്. അക്രമത്തിന് എങ്ങനെ സമൂഹത്തിൽ വിരാമം വിടാൻ കഴിയും? രാഷ്ട്രീയത്തിൽ മാത്രം വിരാമം വിട്ടാൽ പോരാ, സമൂഹത്തിൽ വിരാമം വിടണം. അതിന് നമ്മളെല്ലാം സ്വയംവിമർശനം നടത്തിക്കൊണ്ട് പ്രായോഗികമായ പ്രവർത്തന പദ്ധതികൾ സ്വീകരിക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. ഗവൺമെൻറ്റുകൾ മുഖം നോക്കാതെ അന്വേഷണം നടത്തി ആരാണ് കുറ്റവാളി എന്ന് കണ്ടാൽ അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം. പക്ഷേ ഒരു കാര്യം പലപ്പോഴും നമ്മൾ നാട്ടിൽ കാണുന്നത് CPM ഈ അക്രമ രാഷ്ട്രീയത്തെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കുഞ്ഞനന്തൻ്റെ കാര്യം. കുഞ്ഞനന്തൻ ഇപ്പോഴും ഈ പാർട്ടി തുടരുകയാണ്. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്, കൊലക്കേസിൽ പ്രതിയാണ്. റിപ്പൻഡൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാണിച്ചിട്ടേ ഇല്ല ഇത്തരം കൊലപാതകങ്ങൾ നടക്കുമ്പോൾ. അതാണ് സാമാന്യ ജനങ്ങൾ ചോദിക്കുന്നത്. സത്യസന്ധമായി പറയാനുള്ള മറുപടി, അക്രമത്തിലും കൊലപാതകത്തിലും പങ്കെടുത്തതിൻ്റെ പേരിൽ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഈ അക്രമത്തിൽ ഉൾപ്പെട്ട കൊലപാതക കേസിൽപ്പെട്ടവരുടെ പേരിൽ ഏതെങ്കിലും ഒരു പാർട്ടി നടപടിയെടുത്തിട്ടുണ്ടോ? ആ ധൈര്യം CPM മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്നത് ഞങ്ങളെ വിമർശിക്കാൻ അർഹതയുള്ളവർ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുക. ഒരു കോർപ്പറേറ്റ് വൽക്കരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, കോർപ്പറേറ്റ് ഫാസിസ്റ്റമാണ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകൾക്ക് ഒരു പുതിയ ദിശ നൽകുന്നതിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിനെ ഒരു ബദലായി ഉയർത്തി കാണിക്കുന്നതിനുള്ള പ്രചരണ പരിപാടികളും അതെങ്ങനെയാണ് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്, ഒരു പോരാട്ട ആയുധമായി എങ്ങനെയാണ് ഈ സ്റ്റേറ്റിനെ ഉപയോഗിക്കാൻ പോകുന്നത്? 57 EMS ഗവൺമെൻറ് മുതൽ നയനാർ ഗവൺമെൻറ് കൊണ്ടുവന്ന ആദ്യത്തെ ക്ഷേമ പദ്ധതികൾ ഡോക്ടർ KN രാജനെ പോലുള്ള അതിപ്രഗത്ഭൻ പറഞ്ഞു ഈ ക്ഷേമ പദ്ധതികൾ പ്രത്യുൽപാദനപരമല്ല എന്ന്. അന്ന് EMS ആണ് അതിന് മറുപടി പറഞ്ഞത്. ഓഫീസിലിരുന്ന് ഫയൽ നോക്കുന്ന ഉദ്യോഗസ്ഥന് പെൻഷൻ കൊടുക്കുന്നത് പ്രത്യുൽപാദനപരമാണെങ്കിൽ പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്നതും പ്രത്യുൽപാദനപരമാണ്. ത്രിപുരയിലെ ഇടതുമുന്നണി ഗവൺമെൻറ് അവിടുത്തെ ജനസംഖ്യയുടെ 1/3 വരുന്ന ട്രൈബൽസിന് അവിടുത്തെ ഭൂമിയുടെ 2/3 സംവരണം ചെയ്തുകൊണ്ടുള്ള ഭൂപരിഷ്കരണം കൊണ്ടുവന്ന് ത്രിപുരയിലാണ്. അവിടെ ഇപ്പം ദൗർഭാഗ്യവശാൽ മാറ്റങ്ങൾ വന്നു. ഇതെല്ലാം ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ലോക്സഭാ ഇലക്ഷനിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം എത്ര സീറ്റ് നേടും? സത്യസന്ധമായി പറയാം. 2004 തെരഞ്ഞെടുപ്പിൽ 2 ഒഴികെ ബാക്കി 18 മണ്ഡലങ്ങളിലും LDF ജയിച്ചു. അവിടെ തന്നെ എത്തുമോ എന്ന് ഉറപ്പില്ല, എന്നാലും അതിനടുത്തെത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു സാധ്യത കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കും. അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷത്തിന് എത്ര സീറ്റ് കിട്ടുമെന്നുള്ളത് കുറേയേറെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷത്ത് മാത്രമല്ല, എന്തായിരിക്കും അഖിലേന്ത്യാ തലത്തിൽ മോഡിയുടെ ഗവൺമെൻറ് നീക്കം ചെയ്യപ്പെടും, ഒരു മതേതര ഗവൺമെൻറ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ശ്രീ MABB അടക്കമുള്ള ഇടതുപക്ഷത്തെ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുന്നത്. ബിഗ് ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുന്നു.